ശ്രീമതി വിനീത ഹരിഹരൻ അല്പസമയം മുമ്പ് ശ്രീ ഹരികേശവൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ തന്നെ ഭാരതം രാജ്യം കുതിക്കുമ്പോൾ ആ മികവ്, അതിൻ്റെ ആ ഒരു ഗുണം എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വീകരിക്കുകയാണ്, ഒരുപോലെ ഏറ്റുവാങ്ങുകയാണ്. ഇത് നിലനിർത്തുക എന്നതാണ് നേട്ടം. നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ആ നേട്ടത്തിൻ്റെ ആ ഒരു പ്രഭ നിലനിർത്തുക എന്നുള്ള കർത്തവ്യം അത് കൃത്യമായും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വികസ്വര രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഒരു വികസിത രാഷ്ട്രം എന്നുള്ള ആ ഒരു സങ്കല്പമല്ല, അതൊരു സങ്കല്പമായിരുന്നു. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 27 എത്തുമ്പോഴേക്കും 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. പിന്നീട് 3, 2 അങ്ങനെ നമുക്ക് മുന്നിൽ ഇനി നേട്ടങ്ങളുടെ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒമർ അബ്ദുള്ള നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാമെന്നു. കാരണം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഭരണ മികവ് ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് എല്ലാവരും ഒരേ സ്വരത്തിലല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാ 360 ഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ വികസനത്തിന്റെ ഒരു ഒരു വിപ്ലവം തന്നെയാണ് നടക്കുന്നത് ഇപ്പോ രാജ്യത്തിൽ മൊത്തം. ഇപ്പൊ ആദികേശവൻജിയും റീട്രേറ്റ് വാലിഡേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും കൂടിയും ഇപ്പൊ എല്ലാവരും പറയുന്നത് 5ാമത്തെയാണ്, 3ാമത്തെയാണ്, ഇതൊക്കെ വെറുതെ ഒരു നെറേറ്റീവ് ആണ്, ഫോൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എക്കണോമിസ്റ്റ് വെൽ നോൺ എക്കണോമിസ്റ്റും വേൾഡ് ബാങ്കും IMFും എല്ലാവരും സർട്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എക്കോണമിയുടെ ഒരു സ്ട്രെങ്ത്തും. അത് വെറും ഒരു ഗ്രോത്ത് റേറ്റും വെറും നമ്പേഴ്സ് മാത്രമല്ല, എല്ലാ വിധത്തിലും ഇല്ല ഒരു വികസനമാണ്. BJPയുടെ നമ്മുടെ ഒരു നയം നോക്കുകയാണെങ്കിൽ, ഒരു ഫിലോസഫി നോക്കുകയാണെങ്കിൽ, സാച്ചുറേറ്റ് എവറി ഗ്രാമപഞ്ചായത്ത് വിത്ത് മോസ്റ്റ് ബേസിക് കമ്മ്യൂണിറ്റീസ് എന്നായിരുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുക, ഓരോ ആൾക്കാർക്കും അവരുടെ രീതിക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അതാണ് സർക്കാരിന്റെ ഒരു ദൗത്യം. അതാണ് നമ്മുടെ ഒരു നയം ഉണ്ടായിരുന്നത്. അപ്പം അത് തന്നെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ആദ്യത്തെ ഘട്ടത്തിൽ NDA 1 നമ്മൾ ചെയ്തത് അടിസ്ഥാന സൗകര്യങ്ങൾ സാച്ചുറേറ്റ് ചെയ്തു എല്ലാ ഗ്രാമപഞ്ചായത്തിലും, റൂറൽ ഏരിയാസിലും, urban ഏരിയാസിലും. പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ NDAയിലാണ് നമ്മൾ സ്കില്ലിങ്ങും എക്കണോമിക് ഡെവലപ്മെന്റിനും ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ NDA 2 ഇപ്പൊ NDA 3.0 പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ വലിയ കാര്യങ്ങളെല്ലാം ആണ് പോണത്. ടെക്നോളജി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ട്രൂലി ഒരു വികസിത ഭാരതത്തിന്റെ ഒരു ഇതിലേക്കാണ് നമ്മൾ പോണത്. 2047 വെറുതെ ഒരു സ്ലോഗൻ മാത്രമല്ല, അതൊരു വിഷൻ ആണ്, വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ. അതും വിഷൻ സ്റ്റേറ്റ്മെന്റ് ബാക്ക് ബൈ മിഷൻ. നമ്മുടെ മിഷൻസ് പല മിഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ തുടങ്ങിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ മിഷൻസ്, ആവാസ് യോജനയായാലും കുടിവെള്ളമായാലും ഹൗസിംഗ് ഭവന നിർമ്മാണങ്ങളായാലും എല്ലാത്തിനും ഒരു മിഷൻ മോഡിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇപ്പൊ റിപ്പോ റേറ്റിന്റെ റിഡക്ഷനും അത് ഒരു റിയാക്റ്റീവ് ആണ്. നമ്മളിപ്പോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സ്റ്റാറ്റിക് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ല. നമ്മുടെ എവറി 5 years നമ്മൾ ഒരു 5 year പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വില നിർത്തുന്നത്. എന്തൊക്കെയാണ് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ വികസന ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങുക, വികസനത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരനെ അനുഭവിക്കുക, അതിലൂടെ ലോകത്തിൻ്റെ വികസനത്തുടിപ്പിലേക്ക്, ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചിരിക്കുക. അത് തന്നെയാണ് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ ലോകത്തെ വലിയ 1ാമത്തെ സാമ്പത്തിക ശക്തി എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക്, പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഭാരതം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി വിനിത ഹരിഹരൻ.